ഉണ്ടായിട്ടുണ്ട്. അത്രയധികം ജാഗ്രത വേണ്ട ഒരു സംഭവമാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു വിവരം ലഭ്യമാകുന്നത്. ഇങ്ങനെ നൗഫൽ എന്ന് പറയുന്ന ആളുടെ വീടിന് സമീപത്ത് ഇത്തരത്തിൽ കടുവയെ കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരം വ്യക്തമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ ആ ഭാഗത്തേക്ക് പോകുന്നത് ഒട്ടും സുരക്ഷിതം അല്ലാത്തൊരു സ്ഥിതിയുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ച് പോലീസ് ഉൾപ്പെടെ ആ ഭാഗം കേന്ദ്രീകരിച്ച് ആളുകളെ അവിടെ നിന്ന് മാറ്റുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. ആ ഭാഗത്ത്, അതായത് ഈ പഞ്ചാരക്കൊല്ലിയിലെ ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ടടുത്ത് അപ്പുറത്താണ് നൗഫൽ എന്ന് പറയുന്ന ആളുടെ വീട്. ചേട്ടാ ഈ പ്രദേശവാസിയായിട്ടുള്ള ആളാണോ? ഈ നൗഫലിന്റെ വീട് ഏത് ഭാഗത്താണ്? ഈ ഭാഗത്താണോ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? സുജിത്ത്, അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക. അഭിജിത്ത് മുഴക്കുന്നു കൂടി ചേരുന്നുണ്ട് നമ്മളൊപ്പം തത്സമയം. അവിടെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അത് ജനവാസ മേഖല തന്നെയാണ്. നൗഫൽ എന്നയാളുടെ വീട് ഈ തേയിലത്തോട്ടത്തിനടുത്താണെന്ന് മനസ്സിലാക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ കടുവയെ വീണ്ടും കണ്ടു എന്ന് കുട്ടികളടക്കം പറയുന്നത്. ഈ നാട്ടുകാരും ഈ ദൗത്യ സംഘവും കുറച്ചുകൂടി അകത്തോട്ട്, അതായത് ഈ കാട് വനത്തോട് ചേർന്നുള്ള ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അഭിക്ക് എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രജിൻ, നമ്മളിപ്പോൾ ഈ നാട്ടുകാർ കടുവയെ കണ്ടു എന്ന് പറയുന്നതിന് സമീപത്താണുള്ളത്. ഈ പ്രദേശവാസികൾ തന്നെയാണ് ഇതിലൂടെ കടുവ നടന്നു പോകുന്നു എന്നുള്ള വിവരം ഈ ദൗത്യ സംഘത്തെ അറിയിക്കുന്നത്, മറ്റുള്ളവരെ കൂടി അറിയിക്കുന്നത്. ചേട്ടാ, ഈ ഭാഗത്ത് തന്നെയായിട്ടാണോ കണ്ടത്? ഈ ഭാഗത്ത് നിന്നാ ആ വീട്ടിന്റെ മുറ്റത്ത് കുട്ടികൾ നിൽക്കുന്നുണ്ട്. 3 നായ്ക്കൾ ഇതിനെ ഓടി വരുന്നുണ്ട്. നമ്മളെ ഈ പോലീസുകാരിൽ ആദ്യം പിടിച്ചാണ് നിൽക്കുകയാണ്. ഞങ്ങൾ നാട്ടുകാർ വേണ്ടി ആഴ്ചയോളം വീട്ടിലേക്ക് കയറ്റി വിട്ടത്. പിന്നെ ഇവരെന്തിനാ അവിടെ നിൽക്കുന്നത്? നിങ്ങൾ കണ്ടോ? ഞങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ 4 ആൾക്കാരും കൂടി മുമ്പോട്ട് വന്നത്. വേറെ നമുക്ക് പറയാനില്ല. എവിടെയാ ഇത് കാണുന്നില്ല. ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ 2 കുട്ടികൾ ആ വീട്ടിലുണ്ട്. ആ കുട്ടികളോട് അങ്ങോട്ട് വീട്ടിനുള്ളിൽ കയറി ഇരിക്കാൻ പറയാനാണ് കണ്ടതായിട്ട്. അവിടെ ആ വീട്ടിലാണ് കണ്ടത്. നമ്മളെ റിപ്പോർട്ട് ചെയ്ത ഷാനവാസ് അല്ലേ, ഷാനവാസിന്റെ ഉപ്പയാണ് കണ്ടത് പറയുന്നത്. അവിടുന്ന് കടുവനെ കണ്ടതെന്നാ പറഞ്ഞത്. ഇപ്പൊ കണ്ടിട്ട് നായ്ക്കൾ ഇങ്ങോട്ട് ഓടി വന്നെന്ന് പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് കയറി അവിടെ കണ്ടെന്ന് പോലെ പറഞ്ഞത്. നിങ്ങൾ നായ്ക്കൾ ഇങ്ങോട്ട് ഓടി വരുന്ന കണ്ടാണ് ഞങ്ങള്. അതാണ് ഞങ്ങൾ കണ്ടത്. പ്രജിൻ, ഇവർ പറയുന്നത് ഇവിടെ ഷാനവാസ് എന്ന് പറയുന്ന ഒരു യുവാവുണ്ട്. അയാളുടെ വീടിന് സമീപത്ത് വെച്ചാണ് കടുവയെ കാണുന്നത്. പിന്നീട് 4 നായ്ക്കൾ ഇതിലൂടെ ഓടിപ്പോകുന്നത് കണ്ടു. അവിടെ ആ ഭാഗത്ത് തന്നെയായി കടുവയെയും കണ്ടു എന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. അവരാകെ രോഷാകുലരാണ്. കാരണം ഈ സമയത്ത് പുലർച്ചെ സമയമാണ്. കുട്ടികൾ ഉൾപ്പെടെ വീടിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. കുട്ടികൾ വീടിന് പുറത്ത് നിൽക്കുമ്പോൾ അതുവഴി കടുവ പോയി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും ഭീതി ജനിപ്പിക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. വലിയൊരു പരിശോധന ഇപ്പം ദൗത്യസംഘത്തിന്റെ ഭാഗമായി ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ജനവാസ മേഖല കൂടി തന്നെയാണ്. അടിക്കടി വീടുകളുള്ള ഒരു പ്രദേശം കൂടി തന്നെയാണ്. ഇതിലൂടെ കടുവ പോയി എന്നുള്ള കാര്യമാണ് നാട്ടുകാരിൽ ചിലർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ ഇനി നമുക്കൊരു സ്ഥിരീകരണം എന്നുള്ളത് ഈ വനം വകുപ്പിന്റെ ഒക്കെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് തന്നെയാണ്. കടുവ ഇതുവഴി കടന്നുപോയോ എന്നതിലടക്കം ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം, ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നമുക്ക് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തന്നെ ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പ്രജിൻ. ഈ സമയത്ത് ഇതിലൂടെ കടുവ കടന്നുപോയി എന്ന് പറയുകയാണെങ്കിൽ അത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്, ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ കാണാം, പോലീസ് ഈ ഭാഗത്തേക്ക് ഇറങ്ങിയ നാട്ടുകാരെയൊക്കെ തന്നെ, പ്രദേശവാസികളെയൊക്കെ തന്നെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട്. അവരെ ആ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള തിരച്ചിലും നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും നാട്ടുകാരാണ് അല്പസമയം മുൻപ് ഇത്തരത്തിലൊരു വിവരം എല്ലാവരെയും അറിയിക്കുന്നത്. ഈ ഷാനവാസ് എന്നയാളുടെ വീടിന് സമീപത്തു കൂടി ഈ കടുവ കടന്നുപോയി എന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, RRT സംഘമുണ്ട്, പോലീസ് ഉൾപ്പെടെയുണ്ട്. അവർ നിലവിൽ ഒരു തെരച്ചിൽ നടത്തുകയാണ്. നാട്ടുകാരെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഇവർ കടക്കുകയും ചെയ്യുകയാണ്. പ്രജിൻ. യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ വിദഗ്ധ സംഘം, പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നുമുണ്ട്. പോലീസുകാർ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ വിന്യസിക്കണം എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ, നിർദ്ദേശങ്ങൾ അത് നൽകുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാരെ എല്ലാം ആ മേഖലയിൽ നിന്നും ഒഴിപ്പിക്കുക എന്നതിനാണ് ആദ്യത്തെ പരിഗണന. അത് സുരക്ഷ ഉറപ്പാക്കാനായി എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കടുവയെ വീണ്ടും കണ്ടു എന്ന് പറയപ്പെടുന്ന ആ മേഖലയിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം. അതിനായി ഇപ്പോൾ ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ